ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ബീൻസ് തോരൻ, അതായത് നമ്മുടെ നാട്ടിലത്തെ വാളരിപ്പയർ എന്ന് പറയും. അതുകൊണ്ട് ഒരു നല്ല ബീൻസ് തോരനാണ്. മറ്റു കറികളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമുക്കൊരു സൈഡ് ഡിഷായിട്ടൊരു നല്ലൊരു ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്നതായിട്ടുള്ള സാധനങ്ങൾ: ബീൻസ് നന്നായി കൊത്തി അരിഞ്ഞ് അതിലേക്ക് ഒരു പച്ചമുളകും ഇട്ട് ഇരിക്കുന്നതാണ്. കൂടാതെ അതിന് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി കണ്ടിച്ചത്, വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയത്, തേങ്ങ ചിരകിയത്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് കണ്ടിച്ചതിനകത്തിട്ട് ഇത് നന്നായിട്ട് ഒരു മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. ഒരു നുള്ള ജീരകം കൂടി അതിലിട്ട് ചതച്ചെടുക്കുക. അല്പം മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് ചതച്ചെടുക്കണം. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക്, ചെറിയ വറ്റൽമുളക് ഇട്ട് മൂപ്പിക്കുക. അതിലേക്ക് അരപ്പിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇട്ട് വേവിക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്തിട്ടുണ്ട്. അത് നന്നായി അരപ്പുമായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഇളക്കണം. മിക്സ് ചെയ്തതിന് ശേഷം അത് അടപ്പ് കൊണ്ട് അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക, വെള്ളം ഒഴിക്കാതെ. ചെറിയ ഒരു തണ്ട് കരിയാപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിക്കും. നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ ആ ഉള്ള എണ്ണയിൽ തന്നെ അത് നന്നായിട്ട് ചിക്കി ആവിയിൽ വേവിച്ചെടുക്കണം. എടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയോടുകൂടിയുള്ള നല്ല തോരൻ നമുക്ക് ചോറിനോട് സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റി ബീൻസ് തോരൻ, അതായത് നമ്മുടെ വാളരിപ്പയറിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.